ഹലോ ഹായ് എല്ലാവർക്കും എന്തെടുക്കുന്നു സുഖമായിട്ടിരിക്കുന്നോ? നോമ്പിൻ്റെ പണിയിലാട്ടോ. ഇന്ന് കുറച്ച് നേരത്തെ കയറി, കുറേ വൈകുന്തോറും പിന്നെ ക്ഷീണം കൂടി വരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് നേരത്തെ കയറി കേട്ടോ. അങ്ങനെ ആദ്യം തന്നെ ജ്യൂസ് ഉണ്ടാക്കാനായിട്ടുള്ള തണ്ണിമത്തനൊക്കെ ഇന്നലെ വാങ്ങിയതിൻ്റെ പകുതി ബാക്കി ഫ്രിഡ്ജിലിരുന്ന് അതെടുത്ത് ബാക്കി ജ്യൂസും കൂടെ ഉണ്ടാക്കിയേക്കാന്ന് വിചാരിച്ചു കേട്ടോ. ആദ്യം തന്നെ ജ്യൂസൊക്കെ ആക്കി വെക്കുവാണെങ്കിൽ പിന്നെ നല്ല തണുത്ത് ഇരുന്നോളുമല്ലോ. അപ്പോൾ ഏറ്റവും കൂടുതൽ കഴിക്കുന്നതിനേക്കാളും കൂടുതൽ കുടിക്കുകയാണല്ലോ ചെയ്യുന്നത് അല്ലേ, അത്ര നല്ല ദാഹമാണല്ലോ. അപ്പോൾ എന്തായാലും ജ്യൂസൊക്കെ നമ്മുടെ റെഡിയായി. നമുക്ക് ഇടിയപ്പം ആട്ടോ ഉണ്ടാക്കുന്നത്. ഇടിയപ്പം കിഴങ്ങ് കറിയുവേ. ഞങ്ങൾ ഇടിയപ്പം എന്ന് പറയും, ഇടിയപ്പം നൂൽപുട്ട് എന്നൊക്കെ പറയുമല്ലോ അല്ലേ. ഇതുപോലെ ഇടിയപ്പം ഉണ്ടാക്കുന്ന സമയത്തിന് നമ്മൾ തിളച്ച വെള്ളം വേണം കേട്ടോ എടുക്കാനായിട്ട്. തിളച്ച വെള്ളം എടുത്തിട്ട് ഉണ്ടാക്കുന്ന ഇടിയപ്പത്തിന് പ്രത്യേകം നല്ലതൊരു സോഫ്റ്റായിട്ടിരിക്കും കേട്ടോ. നമുക്കിനി തട്ട് ഏതാണോ തട്ടിലേക്ക് കുറച്ച് എണ്ണയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ അതിലേക്ക് തേങ്ങാപ്പീരയും കൂടെ വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് വീശിയെടുക്കാം കേട്ടോ. ഇടിയപ്പം വേഗം വെക്കുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ പാത്രത്തിലേക്ക് കിഴങ്ങും കൂടി ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ കിഴങ്ങ് നമുക്ക് കുക്കായി കിട്ടും, ഇടിയപ്പം എന്ത് കിട്ടുമല്ലോ. അപ്പോൾ ഇതുപോലെ ചെയ്യുന്ന സൂത്രപ്പണികളൊക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. ഞാൻ മീഷോയിൽ നിന്നൊരു സാധനം ഓർഡർ ചെയ്തായിരുന്നേ, അതിപ്പം വന്നു. അതൊന്ന് അൺബോക്സ് ചെയ്യുന്ന ഇടയ്ക്ക് ഇടിയപ്പം ഒന്ന് വേകുന്ന സമയത്തിന് അതും കൂടെ ഒന്ന് അൺബോക്സ് ചെയ്യാമല്ലോ എന്ന് ഓർത്തുമല്ലേ. ഒന്നുമല്ല, നമ്മുടെ ഇസ്ലാമിക് വാൾ ഫ്രെയിമേ. അത് എന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കണ്ടപ്പോൾ ഉടനെ ഞാൻ അത് വാങ്ങുകയും ചെയ്ത്. നമുക്ക് കിട്ടുന്ന ഒരു അഫോർഡബിൾ പ്രൈസിൽ തന്നെയായിരുന്നു കേട്ടോ. നമ്മുടെ ഇടിയപ്പം നൂൽപുട്ട് ഒക്കെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഞങ്ങൾ ഇടിയപ്പം എന്ന് പറയുന്നതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് അങ്ങനെ പറയുന്നത്. നൂൽപുട്ടെന്ന് അങ്ങനെ പറയൽ പൊതുവേ കുറവാട്ടോ. ആ സമയം കിഴങ്ങും കൂടെ ആ പാത്രത്തിലിട്ട് കൊടുത്തതുകൊണ്ട് കിഴങ്ങും കുക്കായി കിട്ടി, ഇടിയപ്പം അതുപോലെ വെന്ത് കിട്ടിയല്ലോ. ഞാൻ ഈ കിഴങ്ങ് കറി വെക്കുന്നത് തേങ്ങ അരച്ചിട്ടാണ്. തേങ്ങയിൽ വലിയ ജീരകവും ഉപ്പും കൂടെ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നല്ലതായിട്ട് അരച്ചെടുത്തിട്ട് ഇതേപോലെ ചേർത്ത് കൊടുക്കുകയെ. നല്ല തിക്ക് ഗ്രേവി ആയിട്ടൊരു കുഞ്ഞിക്കറി, നല്ല ടേസ്റ്റാണേ. ഞാൻ മുട്ടയും കൂടെ ഈ സമയം വേഗം വെച്ചിരുന്നു കേട്ടോ. അപ്പം തിളച്ചുകൊണ്ടിരിക്കുവാണ്. ഞാനിപ്പോൾ മുട്ട വെക്കുന്നതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. അധികം കുക്കാവാതെ കേട്ടോ മുട്ടയിൽ നിന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. അങ്ങനെ വെക്കുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഇതേപോലെ കേട്ടോ. അപ്പം ഇക്ക ഇങ്ങനെ കഴിച്ച് ഞങ്ങൾക്കും ആ രുചി പിടിച്ചു എന്ന് വേണം പറയാനായിട്ട്. ഇക്കാക്ക് ഇങ്ങനെ കഴിക്കുന്ന ഇഷ്ടം. ഒരുപാട് വെന്ത് പോകുന്നതിനേക്കാളും കൂടുതൽ ഇഷ്ടം ഇതുപോലെ പകുതി ഹാഫ് കുക്കാക്കി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കും. അപ്പം നമ്മുടെ എരിവും മുളകും മഞ്ഞളും ഒക്കെ, മഞ്ഞൾപ്പൊടിയൊക്കെ ഉണ്ടല്ലോ, കുരുമുളക് പൊടിയൊക്കെ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്ത് ഇതാക്കിയെടുക്കാം. ഞാൻ ഒരുപാട് സ്പൈസി ആക്കില്ല, കുട്ടികളും കഴിക്കത്തില്ല ഒത്തിരി സ്പൈസി ആണെങ്കിൽ. അങ്ങനെ ഞാനിവിടെ അങ്ങനെ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അൽഹംദുലില്ലാഹ് ഹൈർ. ഇന്നത്തെ നോമ്പ് ഇത്രത്തോളമായി. അപ്പോൾ അടുത്തൊരു കുഞ്ഞു വീഡിയോസായിട്ട് നാളെ കാണാം കേട്ടോ.